ഓക്കെ ഗൈസ്, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ മൈൻക്രാഫ്റ്റ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങിക്കത്തുള്ളൂ. ഈ എക്സാമൊക്കെ തീർന്നിട്ട് ഞാൻ മൈൻക്രാഫ്റ്റ് വാങ്ങിക്കത്തുള്ളൂ. അപ്പോൾ അതുവരെയായിട്ടും കളിക്കാനായിട്ട് ഞാൻ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിനാണ് ഇപ്പോൾ കളിക്കുന്നത്. ഞാനിപ്പോൾ പുതിയൊരു ഒരു സീരീസ് ക്രിയേറ്റ് ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ സീരീസിൻ്റെ പേര് മൈ ന്യൂ വേൾഡ് WORLD. ഓക്കെ ഗൈസ്, പേരൊക്കെ ഇട്ട് കയറിയിട്ടുണ്ട്. നമുക്കടുത്തത് ഹാർഡ് കോർ ഒന്നും വേണ്ട, ഇതിനകത്ത് കയറിയിട്ട് നോർമൽ. ഓക്കെ, ഇതെല്ലാം ഓണാക്കിയിട്ടുണ്ട്. ഓക്കെ, വേണ്ട എല്ലാം ഓണാക്കിയിട്ടുണ്ട് ഗൈസ്, സെറ്റാക്കിയിട്ടുണ്ട്. ചീറ്റ്സിനാണ് ഒരു കീപ്പിന് വേണ്ടി മാത്രമേ ഇടുന്നുള്ളൂ, വേറെ ഒന്നും ഇടുന്നില്ല. ഓക്കെ, അടുത്ത ഒറിജിനൽ ടെക്സ്ചർ ഓണാക്കിയിട്ടുണ്ട്. എക്സ്പെരിമെൻ്റ് കയറിയിട്ട് ഇതെല്ലാം ഓണാക്കിയിട്ടേക്കാം ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നമ്മൾ പുതിയ വേൾഡ് ക്രിയേറ്റ് ചെയ്യാം ഗൈസ്. റാൻഡം സീഡാണ്, അല്ലാതെ നമ്മൾ വേറെ സീഡൊന്നും എടുത്തിട്ടില്ല, ഒരു റാൻഡം സീഡ്. ഓക്കെ, നേരെ ക്രിയേറ്റ് ന്യൂ വേൾഡ്. പിന്നെ സ്കിന്ന് നോക്കിയില്ല, സ്കിന്നിനൊന്നും എടുത്തിട്ടിട്ടില്ല. എനിക്ക് നെറ്റ് ഓഫാക്കിയിട്ടിട്ടാണ് കളിക്കുന്നത്, അല്ലെങ്കിൽ ആഡ് വരും. അതുകൊണ്ട് ഞാൻ നെറ്റ് ഓഫാക്കിയിട്ടിട്ട് സ്കിന്ന് ഓഫ് ചെയ്തിട്ടിട്ടാണ് ഗൈസ് കയറുന്നത്. ഓക്കെ, ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, അല്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു വീഡിയോ ഇതായിരിക്കും. നമ്മളെ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിൽ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയറിലെ വീഡിയോ ആയിരിക്കും അടുത്ത് ചെയ്യുന്നത്. ഇത് കാണിക്കുന്നത് നമ്മളെ കാറെല്ലാം ഉള്ള ഏതാണെന്ന്. അത് എനിക്ക് പറ്റിയില്ല. കുറച്ച് എൻ്റെ കയ്യിലിപ്പോൾ വലിയ ഗ്രാഫിക്സ് ചെയ്ത കാർ അങ്ങനെയൊന്നും ഇല്ല. ഒരു നോർമൽ കാറ് എൻ്റെ പേരിലടിച്ച് അങ്ങനെ വയ്ക്കുന്ന ഒരു നോർമൽ കാർ. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറാം ഗൈസ്. ഇത് ലോഡാവുന്നില്ലല്ലോ, നല്ല സ്ലോ ആണ് ഗൈസ് ലോഡാവാൻ. ഓക്കെ, ഈ ഒരു വേൾഡ് 27-ാം തീയതി വരെ കാണും. അപ്പോഴും ഞാൻ ഡെയിലി വീഡിയോസ് ഇടാൻ നോക്കാം ഗൈസ്. പറ്റുമെന്ന് അറിയത്തില്ല, എന്തായാലും നോക്കാം. നാളെ വീഡിയോ കാണുമെന്ന് അറിയത്തില്ല. നാളെ എനിക്ക് എക്സാമാണ് ഗൈസ്. അപ്പം നാളെ വീഡിയോ കാണുമെന്ന് എനിക്കറിയത്തില്ല. എക്സാം ഉള്ള ദിവസം ചെറിയ ടാസ്ക്കാണ്. വെള്ളിയാഴ്ച വരെ എനിക്ക് എക്സാമുള്ളൂ. ഓക്കെ, ഇത് ലോഡാവിത്തിരി താമസം ഉണ്ടല്ലോ ഗൈസ്. പിന്നെ നിങ്ങൾ വേറെ വല്ല സ്പെഷ്യലി ഗെയിംസ് എങ്ങാനും ഉണ്ടെങ്കിൽ അത് പറയുക, ഞാൻ കളിക്കുന്നതായിരിക്കും ഗൈസ്. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ വന്ന് പറഞ്ഞായിരുന്നു, മുമ്പത്തെ ഒരു വീഡിയോയിൽ. ഓക്കെ, നമ്മളിവിടെ ഒരു വില്ലേജിലാണ് സ്പോൺ ആയത്. ഞാനിപ്പോൾ ഇവിടുത്തെ ഈ ഒരു വീട്ട് കുറച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, കുറച്ച് വീട്ട് എടുത്തിട്ടുണ്ട്. എനിക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് അപ്പോൾ ഫസ്റ്റ് ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് അതിവിടെ വയ്ക്കണമല്ലോ. ഞാൻ ഫസ്റ്റ് ബ്ലോക്ക് മൈൻ ചെയ്തിട്ട് ഇവിടെ വെച്ചിട്ട് വീടുന്നൊരു ഇതോട്ട് എടുക്കാം. ഓക്കെ, ഇതിനെ മണ്ട വെച്ചേക്കാം ഗൈസ്. അല്ല, ഇതിനെ മറക്കത്തില്ലായിരിക്കും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. നമ്മുടെ അടുത്ത ഷീപ്പ് വന്നിട്ട് ഒരു ബ്ലാക്ക് ബെഡ് ഉണ്ടാക്കാം. വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നില്ല ഗൈസ്. വില്ലേജേഴ്സിൻ്റെ വീട്ടിൽ താമസിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇവരെ വീട്ടിൽ ഞാൻ ഒരു വീടുണ്ടാക്കി അവിടെ താമസിക്കുന്നത്. അപ്പോൾ എനിക്ക് വലിയ ക്രിയേറ്റിവിറ്റി ഒന്നും ഇല്ല. വേറെ കാര്യം, ചെറിയ വീടുണ്ടാക്കിയിട്ട് ക്ലാസ്സിക്ക് വീട് ഒരു വീടുണ്ടാക്കിയിട്ട് നമുക്ക് മണ്ടയിലോട്ട് ഇതിലേക്ക് കയറാം. ബെഡ് ഉണ്ടാക്കാനുള്ള വൂളെല്ലാം ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ചിലപ്പോൾ ഞാൻ വില്ലേജിൽ നിൽക്കത്തില്ല, വില്ലേജിൽ നിന്ന് പോവും. വില്ലേജിൽ നിന്ന് വേറെ വല്ല സ്ഥലത്ത് പോയിട്ട് ഞാൻ നിൽക്കും. നിങ്ങളത് പറ, ഇവിടെ നിൽക്കണോ അതോ വേറെ സ്ഥലത്ത് പോകണമെന്നോ?
ഈ വീടിൽ എന്തായാലും പോകുന്നില്ല. ഈ വീട് കത്തി നശിച്ചു ഗൈസ്. എന്തായാലും കത്തി നശിക്കുന്നു. അപ്പോൾ ഇതിലാണ് എടുക്കാം. നല്ല ഈ വീട്ടിൽ പിന്നെ ഇതിൽ വെറുതെ കത്തി പോകണം. പിന്നെ കിട്ടുന്നത് കളയണ്ടായിരിക്കാം. ഓക്കെ ഗൈസ്, ഈ ഒരു വുഡ് മൈൻഡ് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ എടുക്കണം. ബിഗിനേഴ്സൊക്കെ ഉണ്ടെങ്കിൽ ഇതാണെങ്കിൽ കണ്ട് പഠിക്കരുത് ഗൈസ്. ഞാൻ ഇപ്പോഴേ പറഞ്ഞു. അയ്യോ, അതാ തീയിൽ പോയി. ഞാൻ ഇത് പൊട്ടിക്കാൻ പറ്റുമോ? അതും പോയി. ഇത് പൊട്ടിക്കാം ഗൈസ്. ഓക്കെ, അതെടുക്കാൻ പറ്റുന്നില്ല ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ ഇതാണ്ട് ബ്ലൂബെറി അല്ലല്ലോ, ഇതെന്തുവാ? സ്വീറ്റ് ബെറി. സ്വീറ്റ് ബെറി. ഞാൻ ബ്ലൂബെറി എന്നാണ് പറഞ്ഞത്. ഓക്കെ ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ 50 ലൈക്ക് തന്നു കഴിഞ്ഞാൽ എന്തായാലും എടുത്തേക്കും ഗൈസ്. നിങ്ങൾ അല്ലെങ്കിൽ വേണ്ട, ഞാൻ എസ് ക്ലാസ് കൊടുക്കണോ വേണ്ടതെന്ന് നിങ്ങൾ തന്നെ പറ. നിങ്ങൾ പറയുന്ന കൊണ്ട് ഞാൻ കൊടുക്കും. M5 ആണെങ്കിൽ M5 വരാം. ഓക്കെ ഗൈസ്, നമുക്കിവിടെ നിന്ന് പോവാം ഗൈസ്. ഇവിടെ നിന്ന് പോകുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. വെറുതെ എന്തിനാ വില്ലേജ് നിൽക്കുന്നത്? അയൺ വേണ്ടേ? അയണെടുക്കാം. അയണ് വേണമല്ലോ. അയൺഗോളമ്മ പോകണം. അയ്യോ, എന്നെ കൊല്ലുന്നേ. 1 2 3 ബാ നമുക്ക് സാറ്റും മുട്ടും കളിക്കാം. വാങ്ങിക്കണം. ഹലോ, സെക്യൂരിറ്റിക്ക് നിർത്തിയിരിക്കുന്നെങ്കിലും ഇവന്മാർ, ഞാനിപ്പോൾ ഇവിടുന്ന് പോകുന്നുണ്ട്. ഇതെന്തിനാ? അപ്പം ഇവിടെ പോകണം. ചെറിയൊരു ഹാങ് അടിച്ചാണ്. ഓക്കെ, ഞാനപ്പോൾ ഇവിടെ നിന്ന് നേരെ പോട്ടെ. കുറച്ച് സീഡ് ബെറി എടുത്തിട്ട് ഓക്കെ അങ്ങോട്ട് ആ ഒരു ദിശയിൽ പോകുന്നു. സോണ്ടോടെ ഒരു വെള്ള കളർ സാൻഡായിരുന്നു. ആ സാൻഡൊക്കെ ഇങ്ങനെയൊക്കെ സ്പോൺ ആവുക ഗൈസ്. ബീച്ച് കണക്കത്തെ സൈഡിലല്ലേ സ്പോൺ ആവത്തുള്ളൂ. ഇതുണ്ടാവും ഒരു സർക്കിൾ കണക്ക് ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഉണ്ട്. എൻ്റെ ഫുഡ് വരുന്നത് ഞാനിപ്പോൾ ഒരു വീടുണ്ടാക്കി നിൽക്കണം ഗൈസ്. അതിനൊന്ന് പീസാണ് ഞാൻ അങ്ങോട്ടേക്ക്. ഓക്കെ, നമുക്ക് നേരെ ഇങ്ങോട്ട് വന്നിട്ട് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഇങ്ങോട്ട് പോയിട്ട് നമുക്ക് അവിടെ ഈ സ്ഥലത്തിനെന്തോ പേര് പറയുമല്ല. പേരെന്താണ്? അതിനാ എന്തോ ഒരു പേരുണ്ടായിരുന്നു. സ്പോർട്സ് അല്ലല്ലോ, ഇടയ്ക്കിടയ്ക്ക് പേര് മറന്നു. ടൈഗ ഇത്. ഓക്കെ, ഇവിടുന്ന് നമുക്ക് ഇവിടെ ഞാൻ നിൽക്കുന്നില്ല. ഞാൻ നേരെ ഇവിടെ ഒരു വില്ലേജ് ജംഗിളുണ്ടല്ലോ, ജംഗിളൊക്കെ അവിടെയൊക്കെ പോയി നിൽക്കാം ഗൈസ്. ജംഗിളിലാണ് കുറച്ചുകൂടെ നല്ലത്. അവിടെ നല്ലൊരു സ്ഥലം നോക്കി നിൽക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകാം ഗൈസ്. അല്ല, ഞാൻ മുമ്പ് ഇതുപോലെ തന്നെ ക്രാഫ്റ്റിംഗ് ആൻഡ് ബിൽഡിങ്ങിനകത്ത് ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ആ ഒറ്റൊരു എപ്പിസോഡ് കൊണ്ട് ഞാനങ്ങ് നിർത്തിയാണ് ഗൈസ് ചെയ്തത്. അന്ന് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത്. അന്ന് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലായിരുന്നു കളിച്ചത്. ഇപ്പം ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഈ ഫോണിലാണ് കളിക്കുന്നത്. ഇപ്പം ആ ഒരു നോയ്സ് ഇല്ലല്ലോ ഇടയ്ക്കിടയ്ക്ക്.
ഇടയ്ക്ക് അല്ല ഇതിപ്പോൾ എൻ്റെ വഴി കൂടെ വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടാണ് ഗൈസ് കേൾക്കുന്നത്. അത് ഞാനിവിടെ ടെറസിൻ്റെ മണ്ടയിലാണ് വന്ന് ഇരുന്ന് കളിക്കുന്നത്. അവിടെ അകത്താണെങ്കിൽ സൗണ്ടായിരിക്കും ഗൈസ്, ആൾക്കാർ സൗണ്ടൊക്കെ. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെളിയിൽ ടെറസിൻ്റെ മണ്ടയിൽ വന്നിരുന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. അപ്പോൾ വഴി കൂടെ വണ്ടി പോകുന്നതിൻ്റെ സൗണ്ടാണ് ആ കേൾക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെ ഷീപ്പൊക്കെ നിൽപ്പുണ്ട്. പക്ഷേ എനിക്കിനി ഷീപ്പിനെ വേണ്ട. അതുകൊണ്ട് അവിടെ ഒരു പ്ലെയിൻസ് ഉണ്ടല്ലോ, നമുക്കപ്പോൾ അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കാം ഗൈസ്. അവിടെ ഒരു വീട് അടിച്ചിട്ട് അവിടെ താമസിക്കാം. നമുക്ക് എന്നിട്ട് ഫാമെല്ലാം ഉണ്ടാക്കി അവിടെ തന്നെ നിൽക്കുന്നതാണ് ഗൈസ് കുറച്ചുകൂടെ നല്ലത്. നിങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് നല്ല ഐഡിയ ഒക്കെ ഉണ്ടെങ്കിൽ പറയണം ഗൈസ്. ഓക്കെ, ഇത് പൊട്ടിച്ചിട്ട് അതോടെ കയറാനും പറ്റുന്നില്ലല്ലോ. ഓക്കെ ഗൈസ്, ഇതിങ്ങനെ വെച്ചിട്ട് ഓക്കെ ഞാനൊന്ന് അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കാം ഗൈസ്. അതുകൊണ്ട് ഇതിൽ കൂടെ അപ്പുറത്ത് ക്രോസ് ചെയ്യാം. ഓക്കെ, ഇതുകൊണ്ട് അതിലേക്ക് കൂടെ വഴിയുണ്ട് ഗൈസ്. അപ്പം നമുക്ക് ഇതിലേ പോയിട്ട് ഇങ്ങോട്ട് പോകാം ഗൈസ്. ഓക്കെ, കയ്യിലുള്ള ഡേട്ട് ഞാൻ അവിടെ വെച്ച് ഇത്തിരി കൂടെ അങ്ങോട്ട് പോയിട്ട് അവിടെ നിൽക്കാം. ഓക്കെ, ജമ്പ്. ഓക്കെ ഗൈസ്, നിങ്ങളല്ലാതെ ഇവിടെ വേറെ വെറൈറ്റി ആയിട്ട് വല്ല ഫാമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ പറയാണ് ഗൈസ്. ട്രീ ഫാം ഉണ്ടാക്കും ഗൈസ്. എനിക്ക് മറ്റേ റെഡ് സ്റ്റോൺ വെച്ചുള്ള പരിപാടിയൊന്നും വലുതായിട്ട് അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ട്രീ ഫാം ഉണ്ടാക്കും. പക്ഷേ ട്രീ ഫാം ഇത് എന്തുവാ മറ്റേ ട്രീ ഫാം ഉണ്ടല്ലോ, ഏതാണ് നമ്മളിങ്ങനെ ഈ ഒരു 3 ബ്ലോക്ക് ഗ്യാപ്പിട്ട് വെക്കണം. ആ ഒരു മാനുവലായിട്ടുള്ള ട്രീ ഫാമാണ് ഗൈസ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായിരിക്കും ഞാൻ പണി നോക്കാറ്. നൈറ്റായി വരുന്നു, അത് കുഴപ്പമില്ല. ബെഡ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്. ഓക്കെ, ഇതുകൊണ്ട് അവിടെ ഒരു പോർട്ടലല്ലേ കാണുന്ന, മറ്റേ പൊട്ടിയ പോർട്ടലേ. ഓക്കെ, നമുക്ക് വേണ്ട ഈ ചെസ്റ്റിൽ നിന്ന് സാധനങ്ങൾ എടുക്കാൻ കഴിയും. ഇവിടെ ഈ ഏരിയയിൽ ഞാൻ എന്തായാലും വീട് വെച്ച് താമസിക്കും. അതുകൊണ്ട് അവിടെ വീട് വെച്ച് താമസിക്കാം. പണി കിട്ടില്ല. ഞാൻ ഇതിങ്ങനെ ഉണ്ടാക്കി പിന്നെ അതുണ്ട് ബ്ലാക്ക് ബെഡ്. നീറ്റായില്ലേ? ആയി വരുന്നേ ഉള്ള ഗൈസ്. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു സ്ഥലത്ത് ഒരിതായിട്ട് ഇവിടെ ഒരു മൈനിങ് ഏരിയയൊക്കെ സെറ്റ് ചെയ്യുന്നത്. മൈനിങ് ഏരിയയിൽ കുഴിക്കുന്നൊന്നുമില്ല, ജസ്റ്റ് അതൊന്ന് സെറ്റ് ചെയ്യുന്നത് വരെ ആക്കിയിട്ട് ഞാൻ നിർത്താം കേസ്. അല്ലെങ്കിൽ ലെങ്ത്താവും, നല്ല ലെങ്ത്താവും കേസ്. പിന്നെ സ്ഥലമൊക്കെ നോക്കി ഇറങ്ങിയതല്ലേ, അതുകൊണ്ട് ലെങ്ത്താവും. ഓക്കെ, ഒരു ഷീൽഡ് ഉണ്ടാക്കാൻ നല്ലതായിട്ടുണ്ട്. ഇതിനൊക്കെ ഒന്നുണ്ടായിരുന്നല്ലേ. ഓക്കെ, ഇതിനാണ് ഉണ്ടാക്കി ഷീൽഡ് ഉണ്ടാക്കാം കേസ്. എന്നിട്ടൊരു ഷീൽഡ് ഉണ്ടാക്കി വെച്ചേക്കാം. ഒരു ബക്കറ്റ് ഉണ്ടാക്കിയല്ലോ. ഓക്കെ, സെറ്റ്. ഇനിയിപ്പം ഞാനൊരു പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഓക്കെ, ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കാം കേസ്. പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടെ ഒരു കുഴി എന്തായാലും മൈനിങ് ഏരിയ ആണെങ്കിൽ സെറ്റ് ചെയ്യാം. അതുകൊണ്ട് അവിടെ വീട് ഞാൻ താണ്ട് ഇവിടെയൊക്കെ ആയിട്ടായിരിക്കും കേസ് വരുന്നത്. വീടിൻ്റെ ഇതാണ്ട് ഇവിടുന്ന് ഇവിടെ ഉണ്ടായിരുന്നു കേസ്. അതുകൊണ്ട് അവിടെ അയനും കാണുന്നല്ലോ. ഞാൻ ഇവിടുന്ന് താഴോട്ട് ഇറങ്ങാൻ വല്ല ഐഡിയ ഉണ്ടാകും നോക്കട്ടെ കേസ്. താഴോട്ട് ഇങ്ങനെ ഇതാണ്ട് ഇവിടെ ഇങ്ങനെ വഴി കണക്ക് ഇങ്ങനെ പോകാം കേസ്. അല്ലേ, തിരിച്ചാൽ കയറി വരാം. വീട്ടിൽ കിടക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമില്ല ഗൈസ്. ഓക്കെ, നമുക്കിതാക്കിയിട്ട് ആദ്യമേ ഞാൻ എന്തോ പറയാം. ഓക്കെ, ആദ്യമേ ഞാൻ കുറച്ച് ടൂൾസ് ഉണ്ടാക്കിയിട്ട് പിന്നെ വന്നിട്ട് ടൂൾസ് ഉണ്ടാക്കുന്നു. ആദ്യമേ ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് ഇവിടുന്ന് വന്നിട്ട് അയണും കൂടെ പൊട്ടിച്ചെടുത്തിട്ട് ആ ഒരു അയൺ വെച്ചിട്ട് എത്ര ടൂൾസ് ഉണ്ടാക്കാൻ പറ്റുമോ അത്രയും ടൂൾസ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ ഒരു ഇതുകൊണ്ട് പിന്നെ മുൻപോട്ട് പോകാം ഗൈസ്. ഓക്കെ, ചിലപ്പോൾ ഫുള്ള് ടൂൾസ് ഉണ്ടാക്കാനായിട്ടുള്ളത് അതിനകത്ത് കാണുമോ എനിക്കറിയത്തില്ല. ഒരു ട്രിക്ക്. ഓക്കെ, അങ്ങനെയാണ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാൻ എനിക്കറിയില്ല.
ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ അങ്ങോട്ട് പോയിട്ട് പുതിയ സ്ഥലം ചെയ്തുകൊണ്ടാവണം. ഓക്കെ, ഈ ഒരു ഇതിനകത്ത് വഴി നമുക്ക് ആദ്യം ഒരു പിക്കാറ്റ്സ് ഉണ്ടാക്കണം ഗൈസ്. ഓക്കെ, പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ, പിക്കാറ്റ്സ് ഉണ്ടാക്കിയിട്ട് നമുക്ക് ആ പിക്കാറ്റ്സും കൊണ്ടുപോയിട്ട് അവിടെയുള്ള അയൺ മൈൻ ചെയ്തിട്ട് ആ അയൺ വെച്ചിട്ട് നമുക്ക് ടൂൾസ് എല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ടൂൾസ് എല്ലാം ഉണ്ടാക്കിയിട്ട് ഇവിടെ ഇത് കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ മെയിൻ സ്പോട്ടാക്കിയിട്ട് എടുക്കാനും ചാൻസ് ഉണ്ട്. അവിടെ മറ്റേ ഇത് മൈൻ ഷാഫ്റ്റ് ഉണ്ടോ ഗൈസ്? മൈൻ ഷാഫ്റ്റ്. ഓക്കെ, മൈൻ ഷാഫ്റ്റ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ഇട്ടങ്ങ് എടുക്കാം. ഇതൊക്കെ മെയിൻ മൈനിങ് ഏരിയ ആയിട്ട്. ഓക്കെ, ഇത് താഴോട്ട് അപ്പം നല്ല ആഴം കാണുമല്ലോ ഗൈസ്. അപ്പം നമുക്ക് കോളടിച്ചു. അടുത്ത എപ്പിസോഡൊക്കെ ആവട്ടെ. ചിലപ്പോൾ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് അയൺ ടൂൾസ് ഇപ്പോൾ ആയില്ലെങ്കിൽ ഫുൾ അയൺ ടൂൾസ് ആയില്ലെങ്കിൽ ഞാൻ ഓഫ് ക്യാമറ ഇരുന്നിട്ട് അയൺ ടൂൾസ് ഉണ്ടാക്കിയിട്ട് അയൺ ആർമർ ഉണ്ടാക്കും. വേറെ ഒന്നും ചെയ്യത്തില്ല, അത്ര മാത്രം ഉണ്ടാക്കത്തുള്ളൂ. എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഇരുന്നിട്ട് ആ ഒരു വീടും മൈനിങ് ഏരിയയിലോട്ട് പോകാനായിട്ടുള്ള കറക്റ്റായിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് അടുത്ത വീഡിയോയിലായിരിക്കും ഗൈസ് വരുന്നത്. ഓക്കെ, ഞാൻ കണ്ട് ഇവിടെ ഈ ഒരു ഫർണസ് വെക്കട്ടെ. ഫർണസിനകത്ത് വെക്കാൻ കോളെടുത്തില്ലല്ലോ, കുഴപ്പമില്ല. കുറച്ച് സ്ലാബ് വെക്കാം. ഓക്കെ, സ്ലാബ് വെച്ചിട്ട് ഓക്കെ, നമുക്ക് ആ സമയം കൊണ്ട് പോയിട്ട് കുറച്ച് വിളിപ്പിക്കാനായിട്ട് വേണ്ടി ഒരു 3 ആവട്ടെ ഗൈസ്. ഓക്കെ, ഞാനിപ്പോൾ ഒരു സ്ഥലം വീട് പണിയാനുള്ള സ്ഥലം നോക്കുമ്പോൾ കാണിച്ചു തരാം ഗൈസ്. അവിടെ പണിയുന്നില്ല. വീട് പണിയാനായിട്ട് എനിക്ക് തോന്നുന്നത് ദാണ്ട് ഇവിടെ ആയിട്ട് പണിയാൻ ഗൈസ്. ദാണ്ട് ഈ ഒരു ഇത് അടയ്ക്കാം. എന്നിട്ട് ഈ ഒരു സ്ഥലം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് ഇവിടെ ആയിട്ട് ഒരു 2 തല ഓക്കെ ഒരു 2 ഫ്ലോർ ഹൗസ് പണിയാൻ ഗൈസ്. എന്നിട്ട് നമുക്ക് അവിടെ താമസിക്കാം. ഓക്കെ, ഞാനിപ്പോൾ ഇതിന്ന് നമുക്കിവിടെ മരം കുറവല്ലേ. നമുക്ക് അങ്ങോട്ട് പോയിട്ട് ഇത്തിരി മരം വെട്ടിയിട്ട് മരത്തിൻ്റെ സാപ്ലിങ് ഒപ്പിക്കാൻ പറ്റുമോ നോക്കണം ഗൈസ്. പണി കിട്ടും നേരത്തെ പണി കിട്ടി. അവിടെ ഇരുന്ന് ഫുള്ള് ഇത് വെച്ചിട്ട് ഉണ്ടാക്കി കളഞ്ഞു സ്ലാബ്. പിന്നെ ഞാൻ പോയിട്ട് മരം വെട്ടണം ഗൈസ്. കൈ കൊണ്ട് ഓക്കെ, ആദ്യമേ തന്നെ ഫുള്ള് അയൺ ടൂൾസ് നോക്കിക്കാൻ ഗൈസ്. ഫുള്ള് സ്റ്റോൺ ടൂൾസ് ആവുന്നതിന് മുമ്പേ തന്നെ ഞാൻ അയൺ ടൂൾസ് ആവുകയാണ് ഗൈസ്. അതൊക്കെയാണ് നമ്മൾ പവർ. ഓക്കെ ഗൈസ്, നമുക്ക് നമ്മുടെ ഇതൊന്നും കിട്ടുന്നു ഗൈസ്. ഓക്കെ, വീഡിയോ ഇത്തിരി ലെങ്ത്തായി ഗൈസ്. അപ്പം ഞാൻ ഈ ഒരു ഇത് വെച്ചിട്ട് എത്ര ടൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും അതൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ നിർത്തുന്നതായിരിക്കും ഗൈസ്. എന്നിട്ട് അടുത്ത വീഡിയോയിൽ ബാക്കിയും കൂടെ ചെയ്യുന്നതായിരിക്കും ഗൈസ്. ഇത് ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്കൊക്കെ വരും ഗൈസ്. ഞാൻ ഇത് എഡിറ്റ് ചെയ്യാതെ കറക്റ്റായിട്ട് നേരെ എഡിറ്റൊന്നും ചെയ്യാതെ നേരെ എടുത്തിടുകയാണ് ഗൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വെളിയിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സും എല്ലാവർക്കും കാണുന്നതിൻ്റെ പ്രശ്നം അതാണ് ഗൈസ്. ഞാൻ എഡിറ്റ് ചെയ്യാതെയാണ് ഗൈസ് എടുത്തിടുന്നത്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോയിട്ട് അയൺ പിക്കാക്സ് ഉണ്ടാക്കിയെങ്കിൽ ആ ഗോൾഡ് എടുക്കാമായിരുന്നു. കുഴപ്പമില്ല, അടുത്ത് തന്നെയല്ലേ നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ. അപ്പോൾ നമുക്ക് അങ്ങനെ എടുക്കാം. ഓക്കെ അതാണ് സാർ. ഓക്കെ, നമുക്കപ്പോൾ ഇത് വെച്ചിട്ട് നേരെ ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കണം ഗൈസ്. ഓക്ക് പ്ലാങ്ക് ഉണ്ടാക്കിയിട്ട് കുറച്ച് സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ എടുക്കാൻ പറ്റുന്നതിലും ഉണ്ടാക്കുന്നു. ഓക്കെ, ആക്സ് ഉണ്ടാക്കിയിട്ട് ഇതിന് ബാക്കിയെല്ലാം ഉണ്ടാകും. ഇന്നലെ മിക്കവാറും ഞാൻ ടൂൾസ് ഫുള്ളാവും ഗൈസ്. വാള് ആക്സ് ഉണ്ടായിട്ടുണ്ട്, ഒരു പിക്കാക്സ്
ഒരു ഷവൽ. ഓക്കെ, ഫുൾ അയൺ ടൂൾസ് സെറ്റ് ഗൈസ്. ഫസ്റ്റത്തെ വീഡിയോയിലാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫുള്ള് ഇതായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഷീൽഡറിനോണ്ടല്ല വേറെ വേണം. വേറെ അതിലാവശ്യമില്ല. ഞാൻ പോയിട്ട് ആ ഇതും കൂടെ ഒപ്പിച്ചിട്ട് ഈ ഒരു സാധനങ്ങൾ വച്ചിട്ട് വീട് നിർത്താം ഗൈസ്. ഓക്കെ, ജസ്റ്റ് മിസ്. അവിടെ ലാവ ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഫുഡില്ല. ഓക്കെ, നമുക്ക് വേണ്ട ഈ ചെസ്റ്റ് ഇവിടെ വെച്ചിട്ട് എൻ്റെ ഇൻവെൻറ്ററിയിലുള്ള എല്ലാ സാധനവും ഓക്കെ ഫുള്ളെടുത്ത് അതിനകത്തോട്ട് വയ്ക്കാം ഗൈസ്. എന്നിട്ട് ഓക്കെ ഓക്കെ ഗൈസ്, നമുക്കപ്പോൾ ഇന്നത്തെ ഫസ്റ്റത്തെ ഒരു എപ്പിസോഡ് തീരുമ്പോഴാണ്. അപ്പോൾ ഇത് ചുമ്മാ എടുത്തിട്ടേക്കുന്നതാണ്. ഓക്കെ, ഇത് ഇനിയും ഈ ഒരു ഇത് തുടരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇത്രയുള്ള ഗൈസ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവരായിരിക്കും. ലെറ്റ്സ് മീ ജോജോ ഗെയിമർ. ലെറ്റ്സ് ബൈ.